ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തലശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിൽ MDMA വിതരണ ശൃംഖലയിലെ മുഖ്യ കണ്ണി എന്ന് കരുതുന്നയാൾ അറസ്റ്റിലായിട്ടുണ്ട്. തലശ്ശേരി ചിറക്കരയിലെ മുജിതാബാണ് അറസ്റ്റിലായത്. ബംഗളൂരുവിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന മുജിതാബയെ സാഹസികമായാണ് തലശ്ശേരി പോലീസ് സംഘം പിടികൂടിയത്. CK വിജയനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. CK, കുറച്ച് ദിവസങ്ങളായി ഈ വടക്കൻ കേരളത്തിലെ ജില്ലകളോ ഇതുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് സംസ്ഥാനങ്ങളോ ഒക്കെ കേന്ദ്രീകരിച്ച വലിയ തോതിലുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനം ഇങ്ങനെ കണ്ടെത്തുകയാണ്. ഇയാൾ ഈ റാക്കറ്റിലെ മുഖ്യകണ്ണി എന്ന് പറയുമ്പോൾ ഈ റാക്കറ്റിന്റെ വ്യാപ്തി എത്രത്തോളമാണ്? അനശ്വര, വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞ കാര്യം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ ശൃംഖലയിലെ ഓരോ കക്ഷികളെ അല്ലെങ്കിൽ ഓരോ കണ്ണികളെയായി ഇപ്പോൾ പോലീസ് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇത് നാലാമത്തെ ആളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ ആളാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. അതായത് ആദ്യം ഡിന്നി അബ്രഹാം എന്ന് പറയുന്ന ഇരിട്ടി പരിസരത്തുള്ള ഒരാൾ, അതിനുശേഷം അയാളിൽ നിന്നുള്ള വിവരമനുസരിച്ച് ഫസലുദ്ദീന്റെ കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാം. വിദേശത്തെ ഒരു കേസിൽപ്പെട്ട് നാട്ടുകാർ മോചനദ്രവ്യമായി 80 ലക്ഷം രൂപ പിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന അയാളെയാണ് പിന്നീട് ഈ MDMA കേസിൽ പിടികൂടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് മാഹി സ്വദേശിയായ മുഹമ്മദ് സമീൽ, അതിനുശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ഈ രീതിയിൽ നോക്കുമ്പോൾ, ഈ മുജിതബയെ കൂടി പിടികൂടിയത് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ശൃംഖലയിൽപ്പെട്ട ആൾക്കാരെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഹരിയാന, ഡൽഹി, കർണാടക, അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് അവരുടെ കണ്ണികളുടെ വ്യാപ്തി വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും പോലീസ് ഇതിൽ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ റൂറലിലും അതുപോലെ തന്നെ സിറ്റിയിലുമുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഘം ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യുകയും അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഏതായാലും വലിയ അളവിലുള്ള MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളാണ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ശൃംഖലയിലെ ആൾക്കാരെ തേടി ഇപ്പോൾ സംഘം ഉള്ളത്. അത് കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടി ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. വളരെ നല്ല ഒരു വാർത്ത എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഈ കണ്ണികളിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ മുഴുവൻ പോലീസ് ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരാളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൽ നിന്ന് അത് അടുത്തയാളിലേക്ക്, അവിടുന്ന് അടുത്തയാളിലേക്ക്, ഈ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, CK വിജയനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഇനിയും ഡൽഹി കേന്ദ്രീകരിച്ചും മറ്റും ഇത്തരം റാക്കറ്റിലെ കണ്ണികളെ പിടികൂടാനുള്ള പരിശ്രമത്തിലാണ് ഇവിടെ നിന്നുള്ള സംഘം.